ഹലോ ഡിയാസ്, നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ സെപ്പറേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എല്ലാ സെപ്പറേഷൻ മെത്തേഡ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ സാധാരണ സെപ്പറേഷൻ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്താ? നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചായയിൽ നിന്ന് ചായപ്പിണ്ടി വേർതിരിക്കുന്നതും, പിന്നെ എന്താ അയേണും അലൂമിനിയം കലർന്ന മിശ്രിതം നമ്മൾ എങ്ങനെയാ വേർതിരിച്ചെടുക്കുക? കാന്തം ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെ കുറച്ച് സെപ്പറേഷൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ വീട്ടിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താ? ഇതൊക്കെ നമ്മുടെ ലാബിൽ ചെയ്യുന്ന കുറച്ച് സെപ്പറേഷൻ ടെക്നിക്സ് ആണ്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താ? യെസ്, ഡിസ്റ്റിലേഷൻ ആണ്. അപ്പോ ഡിസ്റ്റിലേഷൻ ഏത് ടൈപ്പ് മിക്സ്ചറിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഉപ്പുവെള്ളമാണ്. ഉപ്പുവെള്ളം സെപ്പറേറ്റ് ചെയ്യും. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പും വെള്ളവും സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഡിസ്റ്റിലേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ പറയും, മിസ്സേ ഇവോപ്പറേഷൻ വഴി നമുക്ക് വേർതിരിച്ചെടുക്കാലോ എന്ന് പറയും. പക്ഷെ ഇവോപ്പറേഷൻ വഴി നമുക്ക് ഉപ്പിനെയും വെള്ളത്തിനെയും രണ്ട് കമ്പോണന്റിനെയും നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒന്നിനെയും ലഭിക്കുന്നത്, അതായത് ഉപ്പിനെ മാത്രമല്ലേ ലഭിക്കുന്നത്. നമുക്ക് ഒന്ന് മാത്രം പോരാ, ആ രണ്ട് കമ്പോണന്റ് വേണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യെസ്, ഡിസ്റ്റിലേഷൻ വഴി നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോ എന്താ ടെക്നിക്ക് എന്ന് നോക്കാം അല്ലെ? യെസ്, അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് അതിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുക്കുക, അടി ഉരുണ്ട ഒരു പാത്രം എടുക്കുക. ഓക്കെ, അതിൽ എന്തെടുക്കുന്നുണ്ടോ? സാൾട്ട് സൊല്യൂഷൻ എടുക്കുന്നുണ്ട്. ഇനി ഈ സാൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്താ ചെയ്യുന്നത്? യെസ്, ഇവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുമ്പോ എന്താ? യെസ്, ഇത് ഇവോപ്പറേറ്റ് ചെയ്ത് പോവാൻ തുടങ്ങത്തില്ലേ? ഇതിലുള്ള സാൾട്ട് സൊല്യൂഷൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളം എന്ത് ചെയ്യും? ഇവോപ്പറേറ്റ് ചെയ്യാൻ പോകും അല്ലേ? യെസ്, ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു വേപ്പർ എങ്ങനെ പോകും മക്കളെ? ആ ഒരു വേപ്പർ ഇതിലൂടെ തന്നെ പോകും. ഇതാണ് കണ്ടൻസർ. ഇതിലൂടെ തന്നെ ആ വേപ്പർ ഇങ്ങനെ പോകും. അപ്പൊ ഇതാണ് കണ്ടൻസർ. യെസ്, അപ്പൊ നിങ്ങൾ കണ്ടോ, ഈ ഒരു വരുന്ന വേപ്പറിനെ തണുപ്പിക്കും, കൂള് ചെയ്യും, കണ്ടൻസ് ചെയ്യും. എങ്ങനെ ഇവര് കണ്ടൻസ് ചെയ്യുന്നത്? ഇവിടെ രണ്ട് വയറ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ രണ്ട് വയറ് കാണുന്നുണ്ടോ? ഇത് ഒന്നിലൂടെ വെള്ളം ഉള്ളിലേക്ക് വരുന്നതാണ്, മറ്റേലൂടെ വെള്ളം പുറത്തേക്ക് വരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലൂടെ തന്നെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ തണുപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കൂളാവുമ്പോ നേരെ ഈ വേപ്പർ വന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു ഫ്ലാസ്കിൽ വന്നിട്ട് ആ ഒരു വെള്ളം കളക്ട് ആവും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, അപ്പോ ഇവിടെ ബാക്കി എന്താ ഉണ്ടാവുക? ഇവിടെ ഇനി ബാക്കി ഉണ്ടാവുക ആകെ ഉപ്പ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. വെള്ളം ഇപ്പുറത്ത് നമ്മൾ ഈ ഒരു ഫ്ലാസ്കില് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാട്ടർ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാ പറയാ. ഈ ഡിസ്റ്റിൽഡ് വാട്ടർ മെഡിക്കൽ ഫീൽഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സാധാരണ വെള്ളത്തിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇൻപ്യൂർ ആയിരിക്കുമല്ലോ വെള്ളം എന്ന് പറഞ്ഞാല്. പക്ഷെ ഈ ഡിസ്റ്റിൽഡ് വാട്ടർ ഹൈലി പ്യുവർ ആണ്. ക്ലിയർ അല്ലേ? അപ്പോ ഡിസ്റ്റിലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് എങ്ങനെയായിരിക്കണം? കുറച്ച് പ്രത്യേകതയുണ്ട്. ഡിസ്റ്റിലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് തമ്മിലുള്ള ബോയിലിംഗ് പോയിന്റിന് ലാർജ് ഡിഫറൻസ് വേണം. പിന്നെ അടുത്തത് ഒരാൾ വോളട്ടൈൽ ആയിരിക്കണം, മറ്റേയാൾ നോൺ വോളട്ടൈൽ ആയിരിക്കണം. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ വേപ്പർ ആയിട്ട് പോകുന്നതായിരിക്കണം ഒരാള്, മറ്റേയാള് വേപ്പർ ആയിട്ട് പോവാൻ പാടില്ല. ഇവിടെ ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ ഉപ്പ് വേപ്പർ ആയിട്ട് പോവോ? ഇല്ല, അവിടെ വെള്ളം മാത്രമേ വേപ്പർ ആയിട്ട് പോവുള്ളൂ. യെസ്, അപ്പോ വായിച്ചു നോക്കിക്കേ. when one component of the mixture is volatile, അല്ലെ, ഒരാൾ വോളട്ടൈൽ ആയിരിക്കണം, and the other do not vaporize under the same condition. അതേ കണ്ടീഷനിൽ ഒരാൾ വേപ്പർ ആയിട്ട് പോകണം, മറ്റേ പാടില്ല, വേപ്പർ ആയിട്ട് പോകാൻ പാടില്ല. they can be separated by distillation. അപ്പോൾ ഇത്തരത്തിലുള്ള മിക്സ്ചേഴ്സിനെയാണ് നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇഫ് ദ കമ്പോണന്റ് ഓഫ് എ മിക്സ്ചർ possess a large difference in their boiling point, ബോയിലിംഗ് പോയിന്റില് വലിയ വ്യത്യാസം വേണം. ഓക്കെ, അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം അല്ലെ. ഡിസ്റ്റിലേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു സെപ്പറേറ്റ് എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് അസറ്റോൺ. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും ബോയിലിംഗ് പോയിന്റ് നിങ്ങൾ നോക്കിയേ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാ? എല്ലാവർക്കും അറിയാം അല്ലെ. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണ്. ഇനി അസറ്റോണിന്റെ 56
ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ഇവരുടെ ബോയിലിംഗ് പോയിന്റിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? അപ്പൊ ഇവരെ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. രണ്ടാമത്തെ സെപ്പറേഷൻ മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പൊ തൊട്ട് മുൻപ് നമ്മൾ ഡിസ്റ്റിലേഷനിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നില്ലേ? ഡിസ്റ്റിലേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മിക്സ്ചർ എങ്ങനെയായിരിക്കണം? അതിലുള്ള കമ്പോണന്റ് തമ്മിൽ ലാർജ് ഡിഫറൻസ് വേണം. എന്തിന്? ബോയിലിംഗ് പോയിന്റിന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്താ? ബോയിലിംഗ് പോയിന്റിന് അത്ര വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ലാർജ് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല, സ്മോൾ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു മിക്സ്ചറിലുള്ള കമ്പോണൻസ് തമ്മിൽ ബോയിലിംഗ് പോയിന്റിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ എടുക്കുന്ന ആൾക്കാർ എന്താ? മിസ്സിബിൾ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കലരുന്ന ആൾക്കാരായിരിക്കണം കേട്ടോ. മിസ്സിബിൾ ലിക്വിഡ്സ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ എടുക്കുന്ന ആ ഒരു കമ്പോണന്റ്, ആ ഒരു മിക്സ്ചർ നമ്മൾ ഈ ഒരു ഫ്ലാസ്ക്, റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ എടുക്കുന്നു, നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ? ഇവിടുന്ന് ഇങ്ങനെ നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇതാണ് ഫ്രാക്ഷനേഷൻ കോളം. ഫ്രാക്ഷണൽ കോളമാണ് ഇത്, ഫ്രാക്ഷണൽ കോളം. ഈ ഫ്രാക്ഷണൽ കോളത്തുനിന്ന് എന്ത് ചെയ്യുന്നുണ്ടത്? നന്നായിട്ട് വേപ്പറായിട്ട് അങ്ങനെ പോകുന്നുണ്ട്, മേലോട്ടേക്ക് പോകുന്നുണ്ട്. ഓക്കെ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ട് വലിയ വലിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്താ ഇവിടെ എടുക്കുന്ന ആ ഒരു മിക്സ്ചറിലെ കമ്പോണന്റ് ഉണ്ടാവുമല്ലോ, ഒരാൾക്ക് ബോയിലിംഗ് പോയിന്റ് കുറവും മറ്റേയാൾക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആളാണോ ബോയിലിംഗ് പോയിന്റ് കൂടിയ ആളാണോ ആദ്യം ഇവോപ്പറേറ്റ് ചെയ്തു പോകുന്നത് ഫ്രാക്ഷണൽ കോളത്തിലൂടെ? ആരായിരിക്കും? കുറഞ്ഞ ആളാണോ കൂടിയ ആളാണോ? കുറഞ്ഞ ആളല്ലേ. ബോയിലിംഗ് പോയിന്റ് കുറവാണെങ്കിൽ അത് വേഗത്തിൽ വേപ്പർ ആയിട്ട് പോകും. നമുക്ക് കുറച്ച് ഹീറ്റ് കൊടുത്താൽ മതി, അപ്പൊ തന്നെ അത് വേഗത്തിൽ ബോയിൽ ചെയ്തിട്ട് അങ്ങ് പോയിക്കോളും. ഓക്കെ. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറഞ്ഞ ആൾക്കാര് ആദ്യം ബോയിൽ ചെയ്തങ്ങ് പോകും. എന്നിട്ട് എന്താ? ഈ കണ്ടൻസറിലൂടെ തന്നെ പോയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ? കണ്ടൻസറിലൂടെ പോയിട്ട് നമ്മളിവിടെ വെള്ളം എന്താണോ ആ ഒരു കമ്പോണന്റ് അതിനെ നമ്മൾ കളക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? പിന്നെയാണ് ആര് വരുന്നത്? പിന്നെ അടുത്ത കമ്പോണന്റ് ബോയിലിംഗ് പോയിന്റ് കൂടി ആരാണോ അതാണ് പിന്നീട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ഇഫ് ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി കമ്പോണന്റ് ഹാവ് വെരി സ്മോൾ ഡിഫറൻസ്, അല്ലെ, വളരെ കുറച്ച് ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ്. അപ്പോ ബോയിലിംഗ് പോയിന്റിന് ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത എന്താ? യെസ്. ആരൊക്കെയാണ്? എത്തനോളും മെത്തനോളും. എത്തനോള് ആൻഡ് മെത്തനോള്. ഇവരുടെ ബോയിലിംഗ് പോയിന്റ് നിങ്ങൾ ഒന്ന് നോക്കിയേ. ബോയിലിംഗ് പോയിന്റ് എത്തനോള് 78 ആണ്. അതേപോലെ തന്നെ എന്താ? മെത്തനോൾ എന്താ? 65 ആണ്. ചെറിയ ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ. തൊട്ട് മുൻപ് ലാർജ് ഡിഫറൻസാ, ഇവിടെ ബോയിലിംഗ് പോയിന്റിന് ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെയാ പറഞ്ഞത്? നമ്മൾ എത്തനോളും മെത്തനോളും. ഇങ്ങനെയാണെങ്കിൽ ആദ്യം ആരാ ബോയിൽ ചെയ്ത് പോകുന്നത്? ഫ്രാക്ഷണൽ കോളത്തിലൂടെ ആദ്യം ആരാണ് പോകുന്നത്? നമ്മുടെ ആരൊക്കെയാ? യെസ്. എത്തനോളാണോ മെത്തനോളാണോ? ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് ആരാണോ അവരാണ് ആദ്യം പോകുന്നത്. അപ്പൊ ആരായിരിക്കും ഫസ്റ്റ് പോവാ? ഫസ്റ്റ് പോകുന്നത് നമ്മുടെ മെത്തനോൾ ആയിരിക്കും. പിന്നീടാണ് എത്തനോൾ പോവാ. അപ്പൊ ആദ്യം മെത്തനോൾ നമ്മൾ കളക്ട് ചെയ്യും. പിന്നീട് എന്ത് കളക്ട് ചെയ്യും? പിന്നീട് വേറൊരു ഫ്ലാസ്ക് നമ്മൾ എടുത്തിട്ട് അതില് എന്താ കളക്ട് ചെയ്യുന്നത്? യെസ്, എത്തനോൾ കളക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ഇതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. യെസ്. ഇനി അടുത്ത എന്താ നോക്കാം നമുക്ക്. യെസ്, സെപ്പറേറ്റിംഗ് ഫണൽ മെത്തേഡ്. സെപ്പറേറ്റിംഗ് ഫണൽ മെത്തേഡ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? തൊട്ട് മുൻപ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ യൂസ് ചെയ്ത ആ ഒരു മിക്സ്ചർ എന്തായിരിക്കണം? മിസിബിൾ ആയിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും കലരുന്നതായിരിക്കണം. പക്ഷെ ഇവിടെ എന്താണ്? ഇമ്മിസിബിൾ ആയിരിക്കണം. നോക്കിയേ, ഇമ്മിസിബിൾ ആയിരിക്കണം. ഇമ്മിസിബിൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കലരാത്ത ലിക്വിഡ്സിനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സെപ്പറേറ്റിംഗ് ഫണൽ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ കണ്ടോ നിങ്ങൾ? ഇതാണ് ആ ഒരു മെത്തേഡ്. ഇവിടെ നോക്ക്, രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഒരാൾ ഗ്രീൻ ആണ്, ഒരാൾ എന്താ യെല്ലോ കളർ ഉണ്ട്. രണ്ടും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കലരുന്നുണ്ടോ? ഇല്ല, കലരുന്നില്ല. നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നമ്മുടെ വെള്ളവും വെളിച്ചെണ്ണയും അങ്ങോട്ടും ഇങ്ങോട്ടും കലരുവോ? ഇല്ല. വെള്ളവും മണ്ണെണ്ണയും അങ്ങോട്ടും ഇങ്ങോട്ടും കലരുവോ? ഇല്ല. അതാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിതാ ഒരാൾ നമുക്ക് ഇങ്ങനെ ഇതൊരു ഓപ്പൺ ചെയ്തിട്ട് ഒരാൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ഫ്ലാസ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ആ സമയത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് മറ്റേയാളെയും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് സെപ്പറേറ്റിംഗ് ഫണൽ മെത്തേഡ്. ഓക്കെ, യെസ്. അതാണ് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ പോലെ സെപ്പറേറ്റിംഗ് ഫണൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ്
ഇംമിസിബിൾ ലിക്വിഡ്സ് ഫ്രം ദ മിക്സ്ചർ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ? യെസ്, അടുത്താണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് ഓർമ്മ വരുന്നത്? സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് കർപ്പൂരമാണ്, കംഫർ. നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ, അമ്പലത്തിലൊക്കെ പോയാലൊക്കെ കാണും. അപ്പോ ഈ കംഫർ അതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അല്ലേ? ആ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നേരെ ആവിയായിട്ട് അങ്ങ് പോവൂലേ, വേപ്പർ ആയിട്ട് പോവില്ലേ? കർപ്പൂരം കത്തിച്ചാൽ നല്ല സ്മെല്ലായിരിക്കൂലേ? അപ്പോ ആ ഒരു സബ്സ്റ്റൻസ്, ആ സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നേരെ ആവിയായിട്ട് അങ്ങ് പോകുന്നുണ്ട്. പിന്നെ ആ ബാക്കി എന്തെങ്കിലും ഉണ്ടാവും അവിടെ? ഇല്ല. നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് കർപ്പൂരം എടുത്ത് കത്തിച്ചാൽ ആ കർപ്പൂരം മൊത്തം ആവിയായിട്ട് പോവും. പിന്നെ ബാക്കി പ്ലേറ്റിൽ എന്തെങ്കിലും ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല. അപ്പോ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? യെസ്, സോളിഡ് ആയിട്ടുള്ള ഒരാള് എന്തായിട്ടാ മാറുന്നത്? ഗ്യാസ് ആയിട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സബ്ലിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. അമോണിയം ക്ലോറൈഡും സാൻഡും. അമോണിയം ക്ലോറൈഡും സാൻഡും തമ്മിൽ മിക്സ് ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? അതില് അമോണിയം ക്ലോറൈഡിന് എന്തിന്റെ കഴിവുണ്ട്? വോളട്ടൈൽ ആവാനുള്ള കഴിവുണ്ട്. വേപ്പർ ആയിട്ട് അങ്ങ് പോവും. പക്ഷെ സാൻഡ് വേപ്പർ ആയിട്ട് പോവോ? ഇല്ല. അതില് ഒരാൾ വേപ്പർ ആയിട്ട് പോവും, മറ്റേ വേപ്പർ ആയിട്ട് പോകത്തില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് സാൻഡിനെ വേർതിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇവിടെ നോക്കേ, ഇതാണ് അമോണിയം ക്ലോറൈഡും സാൻഡും മിക്സ് ആയിട്ടുള്ള ആ ഒരു മിക്സ്ചർ നമ്മൾ നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അകത്ത് വോളട്ടൈൽ ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ഇങ്ങനെ അങ്ങ് പോവും. നമ്മൾ തൊട്ട് മുന്നിൽ ഇത് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പഞ്ഞി യൂസ് ചെയ്തിട്ട് ഒരു കോട്ടൺ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഫണല്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ടെസ്റ്റ് ട്യൂബിൻ നമ്മുടെ ഫണലിന്റെ ആ ഒരു സൈഡ് ഭാഗത്ത് അമോണിയം ക്ലോറൈഡ് ഡെപ്പോസിറ്റ്, സോളിഡ് അമോണിയം ക്ലോറൈഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് അങ്ങനെ കളക്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഈ ഒരു ചൈന ഡിഷിൽ എന്തേ ഉണ്ടാവുള്ളൂ? സാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് സബ്ലിമേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. യെസ്, sublimation method is used to separate the components which have the property of sublimation from the mixture. അല്ലെ, സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത മെത്തേഡ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മുടെ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സെപ്പറേഷൻ മെത്തേഡ് ആണ്. എന്തിനാണ് ഈ സെപ്പറേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് എന്തിനാണ്? ഏത് ടൈപ്പ് മിക്സ്ചറിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് യെസ്, നോക്കേ, ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ് ഇൻ ദി ലിക്വിഡ് മിക്സ്ചർ. അതായത് ഒരു ലിക്വിഡ് മിക്സ്ചറിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, ഒരു ലിക്വിഡ് മിക്സ്ചറിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമല്ല ആ പാർട്ടിക്കിൾസിന് എന്തായിരിക്കണം? അതിന്റെ മാസിൽ ചെറിയ വ്യത്യാസമാണ് കേട്ടോ. മാസ് ഡിഫറൻസ്, അതിന്റെ മാസിൽ കുറച്ച് ഡിഫറൻസ് വേണം. എന്നാൽ ഇവയെ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കണ്ടോ നിങ്ങൾ, ഈ ഒരു സാധനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലിക്വിഡിൽ എന്തുണ്ട്? ലിക്വിഡിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ ഒരു ലിക്വിഡിൽ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് നമ്മൾ ഈ ഒരു മെഷീനിൽ നമ്മൾ താഴ്ത്തി വെക്കും കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ താഴ്ത്തി വെച്ച് കണ്ടോ, അതേപോലെ താഴ്ത്തി വെക്കും. എന്നിട്ട് നമ്മൾ ഇതിന് നന്നായിട്ട് കറക്കും, സ്പീഡ് കറക്കും. അപ്പൊ സ്പീഡ് കറക്കിയതിന് ശേഷം നമ്മൾ എടുത്തു നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? അത് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും. ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് മാസ് കുറച്ച് കൂടിയ ആൾക്കാർ താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ നമ്മൾ എന്തിനാ യൂസ് ചെയ്യാം? എന്തിനൊക്കെ യൂസ് ചെയ്യാം? ലബോറട്ടറീസ് ടു സെപ്പറേറ്റ് ബ്ലഡ് സെൽസ് ഫ്രം ബ്ലഡ് സാമ്പിൾ. ഇത് ബ്ലഡ് ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലഡ് സാമ്പിളിൽ നിന്ന് നമുക്ക് അതിന്റെ എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് സെൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്ത കെമിക്കൽ എക്സ്പെരിമെന്റ് ഫോർ ദി ക്വിക്ക് സെപ്പറേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ഒബ്റ്റെയിൻഡ്. അപ്പൊ നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഒക്കെ കിട്ടും. ആ പ്രസിപ്പിറ്റേറ്റ് നമ്മൾ അതായത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഈ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് വഴി. ഇതൊക്കെ നമുക്ക് PG ലെവല്, വലിയ ക്ലാസ്സിൽ നിങ്ങൾ ഡിഗ്രി ലെവലിൽ, നിങ്ങൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന, കെമിസ്ട്രി ഒക്കെ എടുത്ത് ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത്
നിങ്ങൾ കാണും, ഇത് ലാബിൽ പോയാൽ കാണും. അപ്പോൾ ഒരു റിയാക്ഷൻ നമ്മൾ ചെയ്താൽ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതാ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് ആണ് ക്രോമറ്റോഗ്രാഫി. ക്രോമറ്റോഗ്രാഫി എന്തിനായിരിക്കും? ഒരു സോൾവെന്റില് ഒന്നിൽ കൂടുതൽ സൊല്യൂട്ടുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു സോൾവെന്റ് ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്ക്, ക്രോമറ്റോഗ്രാഫി ഇസ് ദ മെത്തേഡ് ടു യൂസ് ടു സെപ്പറേറ്റ് മോർ ദാൻ വൺ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദി സെയിം സോൾവെന്റ്. ഒരു സോൾവെന്റിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിസോൾവ് ആയിട്ടുണ്ടെങ്കിൽ, സോൾവെന്റിൽ ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിൾ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഡിസോൾവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രോമറ്റോഗ്രാഫി മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കും കേട്ടോ. ഇത് നോക്ക്, ഇതാണ് പേപ്പർ. ആ ക്രോമറ്റോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പേപ്പർ. ആ പേപ്പറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഡൈ ആട്ടോ. നമ്മൾ സാധാരണ മഷിയില്ലേ, മഷി, ഡൈ, ആ ഡൈയിലുള്ള കമ്പോണൻസ് ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. ഈ ഡൈസിൽ എന്തോ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളൊരു സ്പോട്ട് ഇട്ട് കൊടുക്കും. ഒരു പേപ്പർ എടുക്കുന്നു, അതിനകത്ത് ക്രോമറ്റോഗ്രാഫി പേപ്പർ ആണേ, അതിന്റെ നമ്മളൊരു സ്പോട്ട് ഇട്ട് കൊടുക്കും. നേരെ എന്താ, ഈ ഒരു സോൾവെന്റിൽ താഴ്ത്തി വെക്കും. താഴ്ത്തി വെച്ചപ്പോ എന്താ, ഇതിന്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന കണ്ടോ? സെപ്പറേറ്റ് ചെയ്ത് പോകുന്ന കണ്ടോ നിങ്ങള്? പിന്നെ എന്താ, ലാസ്റ്റ് ഫിഗർ നോക്ക്. ഇതിന്റെ അകത്ത് ഓരോരോ കളറായിട്ട് ആ ഇങ്കിൽ അടങ്ങി, ആ ഡൈയിൽ അടങ്ങിയിട്ടുള്ള ഓരോരോ കളറായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പോകും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇനി അടുത്ത എന്താ? യെസ്, യൂസ് ടു സെപ്പറേറ്റ് കമ്പോണൻസ് ഫ്രം ഡൈസ്. അല്ലെ, ഡൈസിൽ നിന്ന് നമുക്ക് കമ്പോണന്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് എന്താ? ടു സെപ്പറേറ്റ് പോയിസണസ് സബ്സ്റ്റൻസസ് മിക്സ്ഡ് ഇൻ ബ്ലഡ്. അല്ലെ, ബ്ലഡിൽ മിക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. തൊട്ട് മുൻപ് നമ്മൾ ഒരു യൂസും കൂടി പറയാൻ വിട്ടു. സെപ്പറേറ്റ് ബട്ടർ ഫ്രം കേർഡ്. കേർഡിൽ നിന്ന് ബട്ടർ വേർതിരിച്ചെടുക്കുന്നത് ഏത് മെത്തേഡ് വഴി? നമ്മുടെ സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് വഴി. ഓക്കെ, അപ്പോൾ ക്രോമറ്റോഗ്രാഫി നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. യെസ്, യൂസും പഠിക്കണേ. ഈ സെൻട്രിഫ്യൂഗേഷന്റെയും ക്രോമറ്റോഗ്രാഫിയുടെയും യൂസും പഠിക്കണം. യെസ്, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെയാണ്? യെസ്, ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്റ്റിലേഷൻ ആണ്. ഡിസ്റ്റിലേഷനിൽ നമ്മൾ ഏത് ടൈപ്പ് മിക്സർ ആണ് യൂസ് ചെയ്യുന്നത്? ലാർജ് ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. അല്ലെ, ബോയിലിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ്. അല്ലെ, ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിലേഷൻ വഴി തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരാള് വോളറ്റൈൽ ആയിരിക്കണം, മറ്റാൾ നോൺ വോളറ്റൈൽ ആയിരിക്കണം. ഇനിയോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, സ്മോൾ. അല്ലെ, സ്മോൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇനി അടുത്തത് സെപ്പറേഷൻ ഫണൽ, ഇമ്മിസിബിൾ ലിക്വിഡ്. അല്ലെ, ഇമ്മിസിബിൾ ലിക്വിഡ്, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലരാത്ത ആൾക്കാരെയാണ് നമ്മൾ സെപ്പറേഷൻ ഫണൽ മെത്തേഡ് വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി എന്താ? സബ്ലിമേഷൻ. ഒരാൾക്ക് സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അല്ലെ, യെസ്, സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അതായത് സോളിഡ് എന്തായിട്ട് മാറുന്നതാ? ഗ്യാസ് ആയിട്ട് മാറുന്നതാണ്. ഇനി അടുത്തത് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്താ? അതായത് ഒരു ലിക്വിഡിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അവർ തമ്മിൽ എന്ത് വേണം? മാസിന് ഡിഫറൻസ് വേണം. അതാണ് സെൻട്രിഫ്യൂഗേഷൻ മെത്തേഡ് വഴി നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ലാസ്റ്റ് എന്താ? ക്രോമറ്റോഗ്രാഫി. യെസ്, തൊട്ട് മുൻപ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു സോൾവെന്റിൽ ഒന്നിൽ കൂടുതൽ സൊല്യൂട്ട് പാർട്ടിക്കിൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ച് വേർതിരിക്കും അതിനെ? യെസ്, ക്രോമറ്റോഗ്രാഫി വഴിയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയും സെപ്പറേഷൻ ടെക്നിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം, നിങ്ങൾക്ക് ഇന്നെടുത്ത കംപ്ലീറ്റ് കാര്യങ്ങളും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം താഴത്തെ കമന്റ് ബോക്സിൽ മിസ്സിനെ എന്തായാലും അറിയിക്കണം. മിസ് എന്തായാലും എടുത്ത് നോക്കൂ കേട്ടോ. അപ്പോൾ യെസ്, അപ്പോൾ അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.